ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആത്മാക്കളെ നാം വിവേചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ കൂടെ ആയിരിക്കുവാനും നമ്മുടെ ഉള്ളങ്ങളെ ജ്വലിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെയാണ് തുടങ്ങുക: മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. രണ്ട് ആത്മാക്കളെയാണ് നമ്മുടെ കാണുക: ദൈവത്തിൻ്റെ ആത്മാവും പൈശാചികപരമായ ആത്മാവും. കള്ളൻ വരുന്നത് മോഷ്ടിക്കുക, നമുക്കുള്ളതെല്ലാം കവർന്നെടുത്തുകൊണ്ട് പോവുക. അത് അവൻ്റെ ഒരു പ്രത്യേകതയാണ്. പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നമ്മളെ പറഞ്ഞ് പറ്റിച്ച് പലതും നമ്മളെ കവിശപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മുടെ വസ്തുവകകൾ മോഷ്ടിച്ചെടുക്കും. അതിരുകല്ല് മാറ്റിയിടുക, നമ്മുടെ സമ്പത്ത് പിടിച്ചു മേടിക്കുക, കവർച്ച ചെയ്യുക. അങ്ങനെ ഉള്ളവരിലൊക്കെ ഉള്ള ആത്മാവ് പൈശാചിക ആത്മാവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മോഷ്ടിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ സൽപ്പേര് അവർ കവർന്നെടുക്കും. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളല്ല ചെയ്തത് എന്ന് പറഞ്ഞ് അവരാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് തീർത്തുകൊണ്ട് നിങ്ങളുടെ സൽപ്പേര് അവർ കവർന്നെടുക്കും. മറ്റൊന്ന് കൊല്ലുക എന്നുള്ളതാണ്. ആയുധം ഉപയോഗിച്ച് കൊല്ലാം, ശാരീരികമായ ഉപദ്രവത്തിലൂടെ നമ്മളെ കൊന്നുകളയാം, ആക്സിഡന്റിലൂടെ പലതും സംഭവിക്കുന്നത് നമ്മളെല്ലാം പേപ്പറിൽ വായിക്കുന്നുണ്ട്. ഇത് നമ്മളെ പ്രത്യക്ഷത്തിൽ കാണുന്നവയാണ്. എന്നാൽ ചില വാക്കുകളിലൂടെ ഒരു മനുഷ്യനെ കൊന്നുകളയാൻ പറ്റും. അവനെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിനെ തളർത്തിക്കളയും. ചില വാക്കുകൾ കേൾക്കുമ്പോൾ ആ വ്യക്തി മാത്രമല്ല, കുടുംബം മുഴുവൻ തകർന്നു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ആ കുടുംബനാഥൻ വീട്ടിൽ നിന്ന് തൻ്റെ മീശയുടെ കനം കുറച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു സൈഡിലെ മീശയ്ക്ക് നീളം കുറഞ്ഞു പോയി. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം അദ്ദേഹം ഷേവ് ചെയ്ത് കളഞ്ഞു. മീശ മുഴുവൻ അദ്ദേഹം മുഖത്തുനിന്ന് നീക്കിക്കളഞ്ഞു. അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യ അടുത്തുണ്ട്. അദ്ദേഹം പുറത്തൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ്റെ മീശ ഒടിച്ചു കളഞ്ഞത് നാട്ടുകാർ കൂടി മീശ ഒടിച്ചു കളഞ്ഞതാണ്. കാരണം ഇവനൊരു പെണ്ണ് കേസിലാക്കപ്പെട്ടു. അപ്പം നാട്ടുകാർ കൂടി ഷേവ് ചെയ്ത് കളഞ്ഞാണ്. ഇത് ഭാര്യ അത് കണ്ടുകൊണ്ടിരുന്ന സംഭവമായതുകൊണ്ട് ഭാര്യ ഇത് കേട്ട് ചിരിച്ചു. അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ സഹോദരൻ പറയുകയാണ്, നിന്റെ വീടിൻ്റെ അടുത്ത് നീ വിളിച്ച് അന്വേഷിക്കുക, അവിടെ പോസ്റ്റ് പതിപ്പിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ആ സഹോദരി ഈ സംഭവം കണ്ടതുകൊണ്ട് ആ കുടുംബത്തിൽ മറ്റ് അനർത്ഥങ്ങൾ ഉണ്ടായില്ല. ആ സഹോദരി ഇല്ലാത്ത സമയത്താണ് ഈ വ്യക്തി ഷേവ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മാനുഷികമായ വശത്തിലൂടെ ചിന്തിക്കുമ്പോൾ അവൾ വിശ്വസിച്ചാൽ ആ കുടുംബം വലിയ ബഹളത്തിന് ഇടയായിത്തീരും. ഒരുപക്ഷെ അത് ആത്മഹത്യയിൽ പോലും ചെന്ന് എത്തിച്ചേരാം. ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ഭർത്താവിനെ കുറിച്ച് മോശമായ ചില വാക്കുകൾ കേട്ടാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ സഹോദരി അവിടെ കണ്ണുകൊണ്ട് സത്യം കണ്ടതുകൊണ്ട് അവളെ നിസ്സാരമായി കണ്ടുകൊണ്ട് പോന്നു. എന്തുകൊണ്ടാണ് ആ സഹോദരൻ അപ്രകാരം പറയേണ്ടി വന്നത്? ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയുക.
ചിലരുടെ വാക്കുകൾ അങ്ങനെയാണ്, കൊന്നുകളയുക. ഒരാൾ മാത്രം നശിച്ചാൽ പോരാ, ആ കുടുംബം മുഴുവൻ നശിച്ചു പോകണം. ഇതൊരു നാവ് കൊണ്ട് ഉപയോഗിച്ച ഒറ്റ വാക്കിൻ്റെ ഫലമായി ഉണ്ടാകേണ്ട വലിയ ദുരന്തത്തിൽ നിന്ന് ദൈവം അവരുടെ കണ്ണുകൊണ്ട് ഇത് കണ്ടതുകൊണ്ട്, സത്യം മനസ്സിലാക്കിയതുകൊണ്ട് ആ കുടുംബത്തിൽ ഒരു അനർത്ഥവും ഉണ്ടാക്കാൻ പറ്റിയില്ല. മറ്റൊന്ന്, മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനും ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാമോ അതെല്ലാം നശിപ്പിക്കും. സൽപ്പേരിന് കളങ്കം വരുത്തും. ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്തു എന്ന് പറഞ്ഞ ചിലർ നശിപ്പിച്ച് കളയും. ചിലവരുടെ വസ്തുവിൽ നിൽക്കുന്ന ചില മരങ്ങൾ അതിൻ്റെ തൊലി ചീന്തിക്കളയുന്നവരുണ്ട്, ചുവടെ വെട്ടിക്കളയുന്നവരുണ്ട്. ഏതെങ്കിലും കൃഷി പിടിപ്പിച്ചു വന്നാൽ അവരുടെ മൃഗങ്ങളെ കയറ്റി അത് തിന്നുകളഞ്ഞ് അവർ പരാതി പറയാനല്ലോ, അങ്ങനെ നശിപ്പിക്കുന്നവരൊക്കെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, ഇതൊക്കെ ഒരു തരം പൈശാചിക പ്രവൃത്തിയുടെ ഫലമാണ്. ആത്മാക്കളെ വിവേചിച്ചറിയണം. ഇവരിൽ പ്രവർത്തിക്കുന്നത് തിന്മയുടെ അരൂപികളാണ്. സ്നേഹമുള്ളവരെ, കൊല്ലാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ജീവൻ നൽകുന്ന മിശിഹായിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം, നമ്മുടെ ഹൃദയം ഉയർത്താം. ഈശോയെ, നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് നൽകി സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നല്ല ഇടയനായ അങ്ങയെപ്പോലെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബാംഗങ്ങളെ നല്ല രീതിയിൽ നയിച്ച് വിശുദ്ധിയുടെ പാതയിലൂടെ അവർ നയിക്കാൻ തക്കവിധം ഞങ്ങൾക്ക് ബോധം നൽകണമേ, ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ. ദൈവമേ, സോളമൻ അങ്ങോട്ട് അപേക്ഷിച്ചത് ഈ ജനത്തെ നയിക്കുവാൻ വേണ്ട ജ്ഞാനം തരണമേ എന്നാണല്ലോ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ഞങ്ങൾക്ക് ജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനം നൽകി ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനും നിന്റെ പാതകളെ പിൻചെല്ലുവാനും തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.